നമസ്കാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഴയ കെട്ടിടത്തെ പൂർണ്ണമായി തകർക്കുക, എന്നിട്ട് അതേ സ്ഥാനത്ത് പുതിയൊന്ന് നിർമ്മിക്കുക. ഇതായിരുന്നു സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ചുള്ള ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ വിപ്ലവകരമായ ആശയം. ഈ രണ്ട് ഭാഗങ്ങളുള്ള വലിയൊരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. അംബേദ്കറുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ഇത് വെറുമൊരു വാചകമല്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിന്റെ ഒരു ചുരുക്കെഴുത്താണ്. ഏതു വഴിക്ക് നടന്നാലും മുന്നിൽ വന്ന് വഴിമുടക്കി നിൽക്കുന്ന ഒരു ഭീകരജീവി. ആ ഭീകരജീവിയായിരുന്നു ജാതി. അപ്പോ ഈ ഭീകരജീവിയെ നേരിടാൻ അംബേദ്കർ എന്താ ചെയ്തത്? വെറുതെ എതിർക്കയല്ല. ആദ്യം അദ്ദേഹം ആ രോഗം എന്താണെന്ന് കൃത്യമായി നിർണയിച്ചു, ഡയഗ്നോസ് ചെയ്തു. നമ്മുടെ ഈ വിശകലനത്തിന്റെ ആദ്യ ഭാഗം ആ രോഗനിർണയത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഡോക്ടർ അംബേദ്കറെ അറിയാം, അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെന്ന നിലയിൽ. എന്നാൽ അതിനൊക്കെ അപ്പുറം അദ്ദേഹം ഒരു വിപ്ലവകാരിയായ സാമൂഹിക ചിന്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളുടെയെല്ലാം കാതൽ നമുക്ക് പ്രധാനമായും രണ്ട് പുസ്തകങ്ങളിൽ കാണാൻ പറ്റും. ഒന്ന്, എന്താണ് പ്രശ്നമെന്ന് പറയുന്നതും മറ്റൊന്ന്, എന്താണ് പരിഹാരം എന്ന് പറയുന്നതും. ഈ പുസ്തകത്തിന്റെ കഥയുണ്ടല്ലോ, അത് തുടങ്ങുന്നത് തന്നെ ഒരു വല്ലാത്തൊരു സംഭവത്തോടെയാണ്. ഇതൊരു പ്രസംഗമായി തയ്യാറാക്കിയതായിരുന്നു. പക്ഷെ അത് അവതരിപ്പിക്കാൻ സംഘാടകർക്ക് പേടിയായിരുന്നു. അത്രയ്ക്ക് തീവ്രമായിരുന്നു അതിലെ ആശയങ്ങൾ. അംബേദ്കറുടെ വാക്കുകൾക്ക് എത്രത്തോളം മൂർച്ചയുണ്ടായിരുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേറെയില്ല. അംബേദ്കറുടെ വാദങ്ങളുടെ എല്ലാം ആണിക്കല്ലെന്ന് പറയുന്നത് ജാതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിർവചനമാണ്. കാരണം ഒരു പ്രശ്നത്തെ ശരിക്കും മനസ്സിലാക്കാതെ അതിന് പരിഹാരം കാണാൻ പറ്റില്ലല്ലോ. അപ്പോ എന്തായിരുന്നു ആ നിർവചനം? ജാതിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണിത്, അല്ലേ? ജാതിയോ, അതൊക്കെ പണ്ടത്തൊരു തൊഴിൽ വിഭജനമല്ലായിരുന്നു എന്ന്. ഈയൊരു ന്യായീകരണത്തെയാണ് അംബേദ്കർ പൊളിച്ചടക്കിയത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ആ നിർവചനത്തിന്റെ കാതൽ. കണ്ടോ, ഇത് തൊഴിലിനെയല്ല, തൊഴിലാളികളെയാണ് വിഭജിക്കുന്നത്. അതായത് ഒരു വര വരച്ച് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തുന്നത് പോലെയല്ല, മറിച്ച് കോണിപ്പടികൾ പോലെയാണ്, ഒന്നിനു മുകളിൽ ഒന്നായി. നിങ്ങൾ ജനിക്കുന്നതൊരു പടിയിലാണെങ്കിൽ മരിക്കുന്നതും അതേ പടിയിൽ തന്നെ. ശരിക്കും ഒരു തടവറ. അപ്പോ ഈ തടവറക്ക് ഇത്ര വലിയൊരു ശക്തി എവിടുന്ന് കിട്ടി? അതിനുള്ള ഉത്തരമായാണ് അംബേദ്കർ മതഗ്രന്ഥങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഈ വ്യവസ്ഥയ്ക്ക് ദൈവികമായൊരു അംഗീകാരമുണ്ട് എന്ന് വന്നതോടെ പിന്നെ ആരും ചോദ്യം ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് പെയിന്റടിച്ച് ശരിയാക്കാൻ പറ്റില്ല, ഇത് പൊളിച്ചു കളയുക തന്നെ വേണമെന്ന്. അപ്പോൾ ഇത് നമ്മളെ അന്നത്തെ ഏറ്റവും വലിയൊരു തർക്കത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയോ, അതോ ഇടിച്ചു നിരത്തണോ? പരിഷ്കരണമാണോ വേണ്ടത്, അതോ ഉന്മൂലനമോ? ഈ കാണുന്ന പോലെ രണ്ട് വശത്തും രണ്ട് ആശയങ്ങളാണ്. ഇടതുവശത്ത് അംബേദ്കർ പറയുന്നു, അടിത്തറ തന്നെ ദ്രവിച്ചുപോയി, അത് കത്തിച്ചു കളയുകയല്ലാതെ വേറെ വഴിയില്ല. വലതുവശത്തോ ഗാന്ധിയെപ്പോലുള്ളവർ പറയുന്നു, അല്ല, കെട്ടിടം നല്ലതാണ്, അതിലെ അഴുക്ക് വൃത്തിയാക്കിയാൽ മതി. ഈ ഒരു വാചകത്തിലെല്ലാം ഉണ്ട്. അംബേദ്കർക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പരിഷ്കരണമല്ല, പൂർണ്ണമായ ഉന്മൂലനം. അതിൽ കുറഞ്ഞതൊന്നും നീതിയല്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട്. ഓക്കെ, പഴയത് തകർത്തു, എന്നിട്ട് ആ ശൂന്യതയിൽ എന്ത് പണിയും? ഇവിടെയാണ് അംബേദ്കറുടെ വിപ്ലവത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം തുടങ്ങുന്നത്. തകർത്തതിനു ശേഷം പണിയുക എന്ന ഘട്ടം. അങ്ങനെ നമ്മൾ അംബേദ്കറുടെ ബ്ലൂപ്രിന്റിലേക്കെത്തുകയാണ്. പുതിയൊരു ലോകം പണിയാനുള്ള അദ്ദേഹത്തിന്റെ ആ രൂപരേഖയിലേക്ക്. എന്തായിരുന്നു അത്? അതിനുള്ള ഉത്തരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ മഹത്തായ കൃതി, ബുദ്ധനും അദ്ദേഹത്തിന്റെ ധമ്മവും. അദ്ദേഹത്തിന്റെ മരണശേഷമാണിത് പ്രസിദ്ധീകരിച്ചത്. ആദ്യ പുസ്തകം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ ഈ പുസ്തകം എന്താണ് പരിഹാരം എന്ന് കൃത്യമായി പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ബുദ്ധമതം? കാരണം അംബേദ്കർ അന്വേഷിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. അന്ധവിശ്വാസമല്ല, യുക്തിയാണ് അതിന്റെ അടിസ്ഥാനം. അത് ജാതിയെയും അസമത്വത്തെയും നിരാകരിക്കുന്നു. വിവേചനത്തിനു പകരം കരുണ. ഏറ്റവും പ്രധാനമായി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മൂന്ന് തൂണുകളിലാണ് അത് പണിതുയർത്തിയിരിക്കുന്നത്. അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ ധമ്മം എന്നു പറഞ്ഞാൽ അതൊരു മതമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവം തന്ന നിയമങ്ങളുമല്ല. പിന്നെന്താ? മനുഷ്യർക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ എങ്ങനെ ജീവിക്കാമെന്നുള്ളതിനുള്ള ഒരു വഴികാട്ടി, ഒരു മോറൽ കോമ്പസ്, ശരിയായ പെരുമാറ്റം. അതാണ് ധമ്മം. ഓക്കേ, അപ്പോൾ നമുക്ക് ഈ രണ്ട് പുസ്തകങ്ങളെയും ഒന്ന് ചേർത്തുവെച്ച് നോക്കാം. അപ്പോഴാണ് ആ വലിയ ചിത്രം നമുക്ക് വ്യക്തമാവുക. എങ്ങനെയാണവ പരസ്പരം പൂരിപ്പിച്ച് ഒരു സമ്പൂർണ്ണ കാഴ്ചപ്പാടായി മാറുന്നതെന്ന് കാണാം. ഈ പട്ടിക നോക്കിയാൽ മതി. സംഭവം വളരെ സിമ്പിളാണ്. ആദ്യത്തെ പുസ്തകം ജാതിയുടെ ഉന്മൂലനം, അതിന്റെ ജോലി തകർക്കലാണ്, സ്വരം വിമർശനത്തിൻ്റെതാണ്. രണ്ടാമത്തെ പുസ്തകം ബുദ്ധനും അദ്ദേഹത്തിന്റെ ധമ്മവും, അതിന്റെ ജോലി പണിയലാണ്, അതിന്റെ സ്വരം ക്രിയാത്മകമാണ്.
ഒന്ന് നെഗറ്റീവ് മറ്റത് പോസിറ്റീവ്, അതായത് ഒന്ന് പ്രശ്നം മറ്റത് പരിഹാരം. അപ്പോ ഇതാണ് അംബേദ്കറുടെ വിപ്ലവത്തിന്റെ ആ 2 സ്റ്റെപ്പുകൾ. ഒന്ന്, ജാതി എന്ന പഴയ അടിച്ചമർത്തുന്ന അടിത്തറയെ തകർത്തെറിയുക. 2, ആ സ്ഥാനത്ത് സമത്വം, യുക്തി, കരുണ എന്നിവയിലധിഷ്ഠിതമായ ഒരു പുതിയ ധാർമ്മിക ലോകം പടുത്തുയർത്തുക. അപ്പോ അദ്ദേഹം പണിയാൻ ആഗ്രഹിച്ച ആ പുതിയ ലോകത്തിന്റെ അടിത്തറ എന്തായിരുന്നു? ദാ ഈ 3 വാക്കുകൾ തന്നെ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവ 3ഉം ഒന്നാണ്. സാഹോദര്യമില്ലാതെ സമത്വമില്ല, സമത്വമില്ലാതെ സ്വാതന്ത്ര്യവുമില്ല. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് അടർത്തി മാറ്റാനാവില്ല. ഇവിടെയാണ് അംബേദ്കറുടെ ചിന്തകൾ ഇന്ത്യയ്ക്ക് പുറത്തേക്കും വളരുന്നത്. അദ്ദേഹത്തിന്റെ സന്ദേശം സാർവത്രികമാണ്. എവിടെയൊക്കെ അനീതിയുണ്ടോ അവിടെയൊന്നും യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. കാരണം നീതിയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. സ്വന്തം ഭൂതകാലത്തിലെ തെറ്റുകളെയും ക്രൂരതകളെയും സത്യസന്ധമായി നേരിടാതെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ശരിക്കും മുന്നോട്ടു പോകാൻ കഴിയുമോ? യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാനാവുമോ? ഒരുപക്ഷേ അംബേദ്കർ നമ്മൾ ഓരോരുത്തരോടും ഓരോ സമൂഹത്തോടും ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതുതന്നെയായിരിക്കും.